സംസ്ഥാനത്ത് പരക്കെയുള്ള മഴ അത് തുടരുകയാണ്. ഇപ്പോൾ ജോസിൽ സെബാസ്റ്റ്യൻ ഉണ്ട് ഇടുക്കിയിൽ നിന്നും. ഇടുക്കിയിൽ നിലവിൽ ഇപ്പോൾ ജോസിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. അത് മാത്രമല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടക്കമുള്ളൊരു ജില്ല കൂടിയാണ്. നിലവിലൊരു തൽസ്ഥിതി എങ്ങനെയാണ്, ഒരു സാഹചര്യം എങ്ങനെയാണ് ജോസിൽ? ആതിര, ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇടവിട്ടുള്ള മഴ തുടരുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൊടുപുഴയാണ്. തൊടുപുഴ കുറച്ചു മുമ്പ് വരെ ഒരു തോർന്ന അവസ്ഥയുണ്ടായിരുന്നു. വീണ്ടും ഇപ്പോൾ മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഹൈറേഞ്ചിൻ്റെ, പ്രത്യേകിച്ച് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മൂന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയാണ് ഇപ്പോൾ കുറേ നേരമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അത്ര രീതിയിലുള്ള മഴയാണ് മൂന്നാർ മേഖലയിൽ പെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ മുൻകരുതലാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ വൈകിട്ടാണ് ഒരു മരം വീഴ്ചയിൽ ഒരു പരിക്ക് പറ്റിയ ഒരു അന്യസംസ്ഥാന തൊഴിലാളി, അതിഥി തൊഴിലാളി, അവർക്ക് മാലതി എന്ന് പറയുന്ന മധ്യപ്രദേശ് സ്വദേശി, അവർക്ക് പരിക്കേൽക്കുന്നത്. തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിൽ ഇന്ന് അവർ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ വിവിധ വീടുകളിലെ മുകളിലേക്ക് മരങ്ങൾ വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. മണ്ണിടിച്ചിൽ പല മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് വരുന്നുള്ള ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇന്നലെ രാത്രിയിൽ മുറിഞ്ഞപുഴ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തു തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ജില്ലയിൽ പ്രധാനമായും 2 ഡാമുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. താരതമ്യേന ചെറിയ ഡാമുകളാണ്. ഒന്ന് കല്ലാർകുട്ടി ഡാമും അതുപോലെ തന്നെ മലങ്കര ഡാമും. അതിൻ്റെ ഷട്ടറുകൾ തുറന്ന് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഏതായാലും ജില്ലാ ഭരണകൂടം എല്ലാ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ട്. താലൂക്ക് അടിസ്ഥാനത്തിൽ ജില്ലയിലെ 5 താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും കൺട്രോൾ റൂം തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹസിക യാത്രകൾ, അതുപോലെ തന്നെ ട്രക്കിങ്, പിന്നെ ഈ കയാക്കിങ്, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കയാക്കിങ്, കുട്ടവഞ്ചി സവാരി അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിലെ യാത്രയും ജില്ലാ ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുന്നില്ല. മറ്റ് ജില്ലയിലെ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കി നിർത്തിയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോകുന്നത്. ഫയർഫോഴ്സും KSCBയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുമെല്ലാം രാവിലെ മുതൽ ഈ മരം വീഴ്ചയെല്ലാം ഗുരുതരമായി ഉണ്ടാകുന്ന സ്ഥിതിക്ക് വിശ്രമരഹിതരായി പണിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആതിര, ശരി, വ്യക്തമാണ്. എന്തായാലും സംസ്ഥാനത്ത് വ്യാപകമായി കനത്ത മഴ തുടരുന്ന സാഹചര്യം തന്നെയാണ്. ജോസിൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.